السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين على آله وأصحابه أجمعين. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. صدق الله العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين والشاكرين. الحمد لله رب العالمين. കുറഞ്ഞ സമയം ഇൻസാനിയ ഹ്യൂമാനിറ്റി അതുപോലെ ഹ്യൂമാനിസം ഇക്കാര്യങ്ങളെ കുറിച്ച് ചെറിയ ഒരു ചർച്ച നോക്കാം. ഹ്യൂമനിസം എന്നത് ഒരു ഇസമാണ്. ഇന്ന് ഭൗതിക കലാലയങ്ങളിൽ യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഹ്യൂമാനിറ്റീസിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് മാനവികതാവാദം ഈ ഹ്യൂമനിസത്തെ ആണ്. മനുഷ്യരുടെ ബുദ്ധിയും ചിന്തയും സാഹചര്യങ്ങളുടെ പല സ്വാധീനങ്ങളും ഹ്യൂമനിസത്തിന്റെ വിവിധ വേർഷനുകളെ അടയാളപ്പെടുത്തുന്നതായി കാണാം. മാനവീയതാവാദത്തിന് 2-3 രൂപങ്ങളാണ് ഹ്യൂമനിസം എന്ന ആ ഇസത്തിന് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത രൂപങ്ങൾ. റിനൈസൻസ്, ഹ്യൂമനിസം, നവോത്ഥാന മാനവികതാവാദം 14-15 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിലാണ് ഇത് ഉദയം ചെയ്യുന്നത്. അതിനുശേഷം ആധുനിക മാനവികതാവാദം വന്നു. മതനിരപേക്ഷത, ജനാധിപത്യം, മാനവ അവകാശങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് രൂപീകരിക്കപ്പെടുന്നു. ആധുനികമായി ശാസ്ത്രീയ മാനവികതാവാദം, സയൻസ്, ഹ്യൂമനിസം, കാൾ സാഗൻ, റിച്ചാർഡ് ഡോക്കിൻസ് തുടങ്ങിയവർ പിന്തുടർന്നു വരുന്നത് ഇതിനെയാണ്. ശാസ്ത്രവും യുക്തിയും മാത്രമാണ് യഥാർത്ഥത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് എന്നാണ് ആധുനിക ഹ്യൂമനിസത്തിന്റെ അടിസ്ഥാനം. മഹാത്മാഗാന്ധിജിയുടെ അഹിംസയും മാനവീയ മൂല്യങ്ങളും ഇതിന് ഉദാഹരണമായി
അതുപോലെ യുനെസ്കോയുടെ മാനവികതാപരമായ സാംസ്കാരിക പൈതൃകം, അംബേദ്കറുടെ സമത്വവാദം, ഇതെല്ലാം ഈ ആധുനിക ശാസ്ത്രീയ മാനവികതാവാദത്തിന്റെ ഭാഗങ്ങളാണ്. പുരാതനവും ആധുനികവുമായ ഈ വിവിധ തലത്തിലുള്ള മാനവികതാവാദം നാം യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ പഠിക്കുന്ന ഹ്യൂമാനിറ്റീസിന്റെയും മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നവർക്കും അത് ഇന്ന് പഠിക്കേണ്ടതായി വരുന്നു. സുന്ദരമായ ചില ആശയങ്ങളൊക്കെ അതിൽ കാണാം. എന്നാൽ ഇസ്ലാമിന് ഹ്യൂമാനിറ്റിയെ കുറിച്ച് വളരെ വ്യക്തമായ കാര്യങ്ങൾ പറയാനുണ്ട്. മനുഷ്യചിന്തയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ മാത്രം രൂപീകരിക്കപ്പെട്ട ഹ്യൂമാനിസത്തിന് പരിമിതികളുണ്ടാകും എന്നതുറപ്പാണ്. നാഗരികരുടെ ചിന്തയും സംസ്കാരവും ആകണമെന്നില്ല ഗ്രാമീണരുടേത്. വെള്ളക്കാരുടെ യുക്തിയാകണമെന്നില്ല അടിച്ചമർത്തപ്പെടുന്ന നിഗ്രോകളുടേത്. അതിൻ്റെ സംവിധായകർ അവരുടെ സാഹചര്യവും സാമൂഹികവുമായ ചുറ്റുപാടുകളിൽ നിന്ന് മാനവികതാവാദത്തെ, ഹ്യൂമനിസത്തെ രൂപീകരിച്ച് അതൊരു ഇസമായി ലോകത്തേക്ക് പ്രസരിപ്പിക്കുമ്പോൾ അതിന് പരിമിതികളെമ്പാടുമുണ്ടാകും. പരിശുദ്ധ ഇസ്ലാം മനുഷ്യത്വത്തെ, ഹ്യൂമാനിറ്റി എന്ന സൗകര്യത്തിന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു എന്നേ ഉള്ളൂ. മനുഷ്യത്വം മാത്രമല്ല, സർവ്വജീവികളോടും അജൈവ വസ്തുക്കളോടും പ്രകൃതിയോടും ദയാപരമായ, കരുണാപരമായ, നന്മയിലധിഷ്ഠിതമായ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് പരിശുദ്ധ ദീൻ മുന്നോട്ട് വെക്കുന്നത്. ചരാചരങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചത് മനുഷ്യരാണ് എന്നതുകൊണ്ട് മനുഷ്യത്വം, ഹ്യൂമാനിറ്റി പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഹ്യൂമാനിറ്റിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ കരുണയും സഹാനുഭൂതിയും, മറ്റുള്ളവരുടെ വേദന, ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ ചേർത്ത് നിൽക്കുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത് സാമൂഹിക സമത്വം, നീതി, ഇതെല്ലാം നടപ്പിലാക്കുക പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് മനുഷ്യത്വത്തിൻ്റെ അഥവാ ഹ്യൂമാനിറ്റിയുടെ. സ്നേഹവും ഐക്യവും മനുഷ്യരുടെ ഇടയിൽ മതം നോക്കാതെ, വംശീയതയില്ലാതെ, വർഗീയതയില്ലാതെ, മതഭേദങ്ങളോ വിശ്വാസഭേദങ്ങളോ നിലനിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യരോട് എങ്ങനെയാണ് ഐക്യത്തിൽ വർത്തിക്കേണ്ടത്, സമാധാനത്തിലും സ്നേഹത്തിലും വർത്തിക്കേണ്ടത്, മനുഷ്യർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഉദാത്തമാവേണ്ടത്, ഇത് ഇസ്ലാം ഉയർത്തിക്കാണിക്കുന്ന ഹ്യൂമാനിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇസ്ലാം മുസ്ലിങ്ങളെ മാത്രമല്ല സംബോധന ചെയ്യുന്നത്, മനുഷ്യരാശിയെ മൊത്തത്തിൽ, മനുഷ്യേതര ജീവികളെയും അജൈവ വസ്തുക്കളെയും അടക്കം ഇസ്ലാമിന്
സംബോധനം ചെയ്യേണ്ടതുണ്ട്, കണക്കിലെടുക്കേണ്ടതും. കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഹ്യൂമാനിറ്റി മുസ്ലിങ്ങളുടെ മാത്രം യുക്തിചിന്തയോ സാമൂഹിക സാഹചര്യങ്ങളോ അല്ല. മുസ്ലിങ്ങളെയും മറ്റു മതവിശ്വാസികളെയും മതമില്ലാത്തവരെയും മനുഷ്യരെയും മനുഷ്യരല്ലാത്തവരെയും എല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹുവാണ് ഇത് സംവിധാനിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആകമാനം ചൂഴ്ന്നു നിൽക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ഹ്യൂമാനിറ്റി. മുസ്ലിങ്ങളും അല്ലാത്തവരും തമ്മിൽ സമാധാനപരമായ സഹവാസം ഇതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ഹിംസയോ അതിക്രമമോ ഇല്ലാതെ, സ്വജനപക്ഷപാതമില്ലാതെ, സ്വന്തക്കാരനോ ബന്ധുക്കാരനോ എന്ന പ്രത്യേകമായ പരിഗണനയില്ലാതെ മനുഷ്യർക്ക് എല്ലാം സമാധാനമുണ്ടാകണം. ഇത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അതുപോലെ സ്വാതന്ത്ര്യം, ഓരോ വ്യക്തിക്കും അവരുടെ അവകാശങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച ഒരേ ഒരു മതം പരിശുദ്ധ ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തന്നെ പ്രഖ്യാപിച്ചിട്ടു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. മറ്റു മതങ്ങൾക്കൊന്നും അല്ലാഹു അംഗീകാരം നൽകുന്നില്ല. ഇന്ന് ഇസ്ലാം അന്ത്യപ്രവാചകർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത ലോകത്ത് 200 കോടിയിലധികം മുസ്ലിംകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആ ദീനാണെങ്കിൽ, ഇതിനു മുമ്പ് ഉള്ള ഇസ്ലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തായിരുന്നു. അതിനു മുമ്പ് മൂസാ അലൈഹി ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും അങ്ങനെ ലക്ഷത്തിൽ പരം അമ്പിയാക്കന്മാരുടെ ശരീഅത്ത് ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. ഈ ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകൃതമായ ദീൻ എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ച അള്ളാഹു തന്നെ ഫമൻ ശാഅ ഫൽയുഅ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. വേണ്ടവർ വിശ്വസിച്ചു കൊള്ളുക. വിശ്വസിച്ചാൽ അതിൻ്റെ ഗുണങ്ങളും അവിശ്വസിച്ചാൽ അതിൻ്റെ ദോഷങ്ങളും ഇസ്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നിരിക്കുക. വേണ്ടവർ വിശ്വസിച്ചോളൂ, അല്ലാത്തവർ വേണ്ടെന്ന് വെച്ചോളൂ. ഭക്ഷണം പാകം ചെയ്ത് ഡൈനിങ് ടേബിളിൽ നിരത്തി വിശക്കുന്നവരുടെ മുമ്പിൽ അനൗൺസ് ചെയ്യുന്നു, ഭക്ഷണമുണ്ട്, എല്ലാവർക്കും കഴിക്കാം. കഴിക്കാമെന്ന് മാത്രമല്ല, എല്ലാവരും കഴിക്കൂ, സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പക്ഷേ ഭീകരവാദം അവിടെ ഇല്ല. വേണ്ടാത്തവർക്ക് കഴിക്കാതെയും ഇരിക്കാം. പക്ഷേ കഴിച്ചില്ലെങ്കിൽ ക്ഷീണിക്കും, വിശക്കും. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ, ഒന്നും കഴിക്കാതിരുന്നാൽ ബോധം നഷ്ടപ്പെടും. അല്പം കൂടി വൈകിയാൽ ജീവൻ തന്നെ നഷ്ടപ്പെടും. ഇതൊക്കെ അവരോട് നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഭക്ഷണം കഴിക്കാതിരുന്നാൽ, വെള്ളം കുടിക്കാതിരുന്നാൽ അപകടങ്ങൾ ഇന്നതെല്ലാം വരും. ഇവിടെ ഇതാ ഭക്ഷണം റെഡിയാണ്, വേണ്ടവർ കഴിച്ചോളൂ. ഇനി വേണ്ടെന്ന് വാശിയുണ്ടെങ്കിൽ അവർ കഴിക്കണമെന്ന് നിർബന്ധിക്കൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അപകടം ജീവനഷ്ടം വരെ ആകാം. മൻ ശാഅ ഫൽയുഅ്മിൻ, വേണ്ടവർ വിശ്വസിച്ചോളൂ. വമൻ ശാഅ ഫൽയക്ഫുർ, വേണ്ടെന്നാണെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പക്ഷേ വിശ്വസിച്ചാൽ ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ
വിശ്വസിച്ച് സൽക്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ അവർക്ക് സുഹൃതങ്ങൾ ചെയ്തതുകൊണ്ട് അവർക്ക് സ്വർഗവാസമുണ്ട്, സന്തോഷമുണ്ട്, സുഖവാസമുണ്ട്. വേണ്ടെന്ന് വെച്ചവർക്ക് നരകവും ശിക്ഷയുമുണ്ട്. ഇത് അവരെ സൗമ്യമായി ഓർമ്മപ്പെടുത്തി അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എല്ലാ മനുഷ്യർക്കും ഇസ്ലാം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. വിശുദ്ധ ഖുർആൻ ഹ്യൂമാനിറ്റി ആണ് പറയുന്നത്. ബലാത്കാരമായി മുസ്ലിമാക്കാൻ സാധ്യമല്ല. ബലാത്കാരം ഇല്ലെന്ന് മാത്രമല്ല, ബലാത്കാരം ചെയ്ത് മുസ്ലിമാക്കിയിട്ട് മുസ്ലിമാകുകയില്ല. ഷഹാദത്ത് കലിമ തോക്ക് ചൂണ്ടിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ നിർബന്ധിച്ചാൽ, അവൻ പേടിച്ചു പറഞ്ഞാൽ അവൻ മുസ്ലിം ആവില്ല. എങ്ങനെയാ മുസ്ലിം ബലാത്കാരമായി ശക്തി പ്രയോഗിച്ച് എങ്ങനെയാ മുസ്ലിമാക്കുക? സാധ്യമല്ല. ഇസ്ലാമിൽ അതിന് സംവിധാനമില്ല. ശക്തി പ്രയോഗിച്ച് മുസ്ലിമാക്കിയാൽ മുസ്ലിം ആവൂല. അപ്പോൾ മനുഷ്യർക്ക് മനുഷ്യരായി ജീവിക്കാം, അവർക്ക് പരിശുദ്ധ ഇസ്ലാമിനെ പുൽകാം, എങ്കിൽ അവർക്ക് നന്മകളെല്ലാം ഉണ്ട്. മറ്റു മതങ്ങളെ പുൽകാം, അല്ലെങ്കിൽ മതമില്ലാതെ ജീവിക്കാം, അവർക്ക് അതിൻ്റേതായ തിക്തഫലങ്ങൾ വരും. അത് ഇസ്ലാം ഒട്ടും ലോഭമില്ലാതെ പരിശുദ്ധ ഖുർആൻ അടിക്കടി ഉണർത്തിയിട്ടുണ്ട്. നന്മ ചെയ്തവർക്ക് നന്മയുണ്ട്, അല്ലാത്തവർക്ക് ഇവിടെ നിന്നൊന്നും അവരെ ബലാത്കാരമായോ അവരെ ശത്രുതാപരമായോ ഒന്നും ഇസ്ലാം അവരോട് ഇടപെടുന്നില്ല. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഇസ്ലാമിൻ്റെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, അതിൽ മതം നോക്കിയല്ല, എല്ലാവരോടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞുകൂടാൻ. അത് മുസ്ലിങ്ങളോട് മാത്രമല്ല. അത് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. പരിശുദ്ധ ഖുർആൻ സൽസ്വഭാവത്തിൻ്റെ ആൾരൂപമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നാമതായും മനുഷ്യകുലത്തോട് പ്രത്യേകിച്ചും പറയാ, നിങ്ങൾ നല്ല നിലയിൽ പ്രതികരിക്കണം. ആരോട്? ആരോടും. നിങ്ങളുടെ പാർട്ടിയിലുള്ളവരോടും ഇല്ലാത്തവരോടും, നിങ്ങളുടെ കൊടിയ ശത്രുക്കളോടും, നിങ്ങളോട് താല്പര്യമില്ലാത്തവരോടും. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. പ്രതികരിക്കേണ്ട ഘട്ടം വരുമ്പോൾ നല്ല രൂപത്തിൽ പ്രതികരിക്കുക. എന്താണ് ഗുണം? ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നിങ്ങളുടെ കഠിന ശത്രുക്കൾ പോലും ആത്മമിത്രങ്ങളായി മാറുന്ന മാജിക്ക് ആണ് നിങ്ങളുടെ ഈ നല്ല പെരുമാറ്റം എന്ന് ആ വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ ജീവിതമാക്കിയവരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രമല്ല, ഇസ്ലാം പറയുന്ന മൂല്യങ്ങളെല്ലാം അതൊരു ജഡമായി മാറിയാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൽ കാണാം. കാന ഖുലുഖുൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ തന്നെ. എങ്ങനെയാണ് ഗ്രന്ഥം ഒരാളുടെ സ്വഭാവമാകുന്നത്? ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ എല്ലാ മൂല്യങ്ങളും സൽസ്വഭാവങ്ങളും ജനങ്ങളുമായി, മനുഷ്യരുമായി, മുസ്ലിങ്ങളുമായും അല്ലാത്തവരുമായും ഇടപെടേണ്ട രീതികളും എല്ലാം അതിൻ്റേതായ ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പകർന്നു. അവിടുന്ന് ആ ഖുർആനായി തീർന്നു. സാമൂഹിക നീതിയും
സുസ്ഥിര വികസനവും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഹ്യൂമാനിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അനീതി പാടില്ല. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വ. ആയത്തിറങ്ങാനുള്ള സാഹചര്യം ഹുദൈബിയ സന്ധി നടന്നത് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മാതൃരാജ്യമായ മക്കയിലേക്ക് പോകാൻ അവിടെ അള്ളാഹു ആദ്യമായി നിർമ്മിച്ച ഇലാഹി ഭവനമായ കഅബയിൽ ചെന്ന് ഹജ്ജും ഉംറയൊക്കെ ചെയ്യണം. അതിന് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടതാണ്. പക്ഷേ അവർ തടഞ്ഞു. മുശ്രിക്കുകൾ തടഞ്ഞു എന്ന് മാത്രമല്ല, ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് വരാം ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ കരാർ എഴുതി. ഏകപക്ഷീയമായ മുസ്ലിംകളെ വേദനിപ്പിക്കുന്നതും പ്രകോപിതരാക്കുന്നതുമായ കരാർ. ഖുറൈശി പ്രമുഖൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, കരാറിൻ്റെ ഓരോ ബുനൂദ്. ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് മദീനയിലേക്ക് ആരെങ്കിലും വന്നാൽ ഉടനടി തിരിച്ചയക്കണം മക്കത്തേക്ക്. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വരികയോ മതം വിടുകയോ അങ്ങനെ ഞങ്ങളെ കൂടെ കൂടാൻ അവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടാനേ പാടില്ല. ഇങ്ങനെ തുടങ്ങി ഏകപക്ഷീയമായ നിർദ്ദേശങ്ങളുള്ള കരാറ് അവിടെ എഴുതിയപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, മഹാന്മാരൊക്കെ ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബൊക്കെ വളരെയധികം വിഷമിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അലാ മൻ ഉഅ്തി ദനിയ്യത ഫീ ദീനിനാ യാ റസൂലല്ലാഹ്, ഇത് ഹഖായ ദീനല്ലേ, അള്ളാഹുവിൻ്റെ ദീനല്ലേ, ഈ ദീനിന് നാം എന്തിനാണ് മറ്റുള്ളവരോട് അടിയറ പറയുന്നത് പോലെ ഈ കരാറ് നാം അംഗീകരിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ അന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. അള്ളാഹു ലാ യഖ്ദുലൂനി, എന്നെ കൈവിടില്ല. ഈ കരാർ ഇങ്ങനെ തന്നെ പോകട്ടെ. എന്തിനാണത് അംഗീകരിച്ചത്? ഇസ്ലാം പ്രകാശിപ്പിക്കുന്ന ഹ്യൂമാനിറ്റി ആ കരാറിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാം. സമാധാനമുണ്ടാകണം മനുഷ്യരുടെ ഇടയിൽ. മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇങ്ങനെ പ്രകോപിപ്പിച്ചിട്ടും പ്രകോപിതനാകാതെ അതെല്ലാം അംഗീകരിച്ചു. മനുഷ്യരുടെ ഇടയിൽ സമാധാനം വേണം. യുദ്ധങ്ങൾ ഉണ്ടാകരുത്, സംഘട്ടനങ്ങൾ ഉണ്ടാകരുത്. യുദ്ധങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും പശ്ചാത്തലത്തിൽ നാം ഒരാശയം മുന്നോട്ട് വച്ചാൽ അത് അംഗീകരിക്കാൻ ആളുകൾക്ക് പ്രയാസമുണ്ടാകും. ബലാത്കാരത്തിലൂടെ അത് നടപ്പിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വളരെ സൗഹൃദമായ അന്തരീക്ഷം വേണം. ശരി, അവരങ്ങനെ വാശി പിടിക്കുന്നു എങ്കിൽ അങ്ങനെ ആവട്ടെ. ആ കരാറ് മനുഷ്യത്വത്തിൻ്റെ സഹവാസത്തിന് വേണ്ടി മുസ്ലിമീങ്ങളും അല്ലാത്തവരും തമ്മിൽ സംഘട്ടനം വേണ്ട, സമാധാനത്തിൽ പോകട്ടെ എന്ന നിലക്ക് അംഗീകരിച്ചു. അതിന് ശേഷമാണ് മറ്റൊരു സാഹചര്യം വരുന്നത്. മക്ക മുസ്ലിംകളുടെ അധീനതയിൽ വന്ന ശേഷം മുശ്രിക്കീങ്ങളായ ആളുകൾ കഅബയുടെ അടുത്തേക്ക് വന്നപ്പോൾ ചിലർ പറഞ്ഞു, മുസ്ലിങ്ങൾ ഇവർ നമ്മളെ അന്ന് തടഞ്ഞവരല്ലേ, ഇന്ന് നാം അവരെയും തടയുക. അപ്പോഴാണ് ആയത്ത്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോട് ഉള്ള വിരോധം, നേരത്തെ നിങ്ങളെ തടഞ്ഞവരാണ്, വളരെ അക്രമപരമായി നിങ്ങളോട് പെരുമാറിയവരാണ്. പക്ഷേ ആ വിരോധം അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾക്ക് കാരണമാകരുത്. ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വ, നീതി പുലർത്തണം, അതാണ് മുത്തഖീങ്ങൾക്ക് വേണ്ടത്. നമ്മെ തടഞ്ഞവർ,
മുസ്ലിങ്ങളെ തടഞ്ഞവർ, മുസ്ലിങ്ങളെ ഊരുവിലക്കിയവർ, മുസ്ലിങ്ങളുടെ സ്വത്തും വീടും സമ്പത്തും അവരുടെ വ്യവസായങ്ങളും മുഴുവൻ പിടിച്ചെടുത്തവർ, അവർ മുസ്ലിങ്ങളുടെ കരുണ യാചിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ പകരം വീട്ടാനല്ല ഖുർആൻ പറഞ്ഞത്, നീതി. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ഹ്യൂമാനിറ്റിയിൽ യുദ്ധങ്ങൾ, വംശീയ വിവേചനം, ദാരിദ്ര്യം തുടങ്ങിയവകൾക്ക് പരിഹാരം കാണുക എന്നത് പ്രധാനമാണ്. എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. ഓരോ യുദ്ധങ്ങളുടെയും സാഹചര്യങ്ങൾ നാം എടുത്തു പരിശോധിക്കുമ്പോൾ യുദ്ധം അക്രമമായിരുന്നില്ല, യുദ്ധം പോക്കിരിത്തരമായിരുന്നില്ല, നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലുള്ള പ്രതിരോധവും അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഈ ഓരോ യുദ്ധത്തിലും നമുക്ക് കാണാം. അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൾനാശം, ജീവനാശം വളരെയധികം കുറയണം, സ്വത്തുക്കൾ നശിപ്പിക്കരുത്, സ്ത്രീകളെയോ കുട്ടികളെയോ പർണശാലകളിൽ ആരാധനയിൽ മുഴുകിയ മറ്റ് ആളുകളെയോ നിങ്ങൾ ആക്രമിക്കരുത്, ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ അങ്ങോട്ട് വാൾ, ആയുധം ഉപയോഗിക്കൽ മാത്രമേ നിർവാഹമുള്ളൂ എന്ന സാഹചര്യത്തിൽ മാത്രം അനുവദിക്കപ്പെട്ട 13 വർഷം ഇസ്ലാം മക്കയിൽ പ്രാക്ടീസ് ചെയ്യപ്പെട്ടിട്ട് നിരന്തരമായി ശത്രുക്കൾ പീഡനങ്ങളും മുസ്ലിങ്ങളെ കൊല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിട്ട് എത്രയോ മുസ്ലിമീങ്ങളെ അവർ പീഡിപ്പിച്ചു കൊന്നു, പട്ടിണിക്കിട്ടു, ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അനങ്ങാൻ പാടില്ല എന്നാ വിശുദ്ധ ഖുർആൻ. അവസാനം മദീനയിലേക്ക് പലായനം ചെയ്തു. എന്തിന്? ബിസിനസ്സിന് പോയതല്ല മദീനത്തേക്ക്. സ്വന്തം ആദർശം സംരക്ഷിക്കാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാവുക എന്നത് ആ മുസ്ലിങ്ങളുടെ മനസ്സിലതിന് സജ്ജരാണ്. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം അവരെ അതിന് സജ്ജരാക്കി. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും എല്ലാം വിട്ടു. വലിയ സമ്പന്നരായ മുസ്ലിമീങ്ങൾ, മുഹാജിരീങ്ങൾ അവരുടെ എല്ലാം വിറ്റാ പോകണത്, എല്ലാം വിട്ടിട്ടാ പോണത്. അങ്ങനെ മദീനയിൽ ചെന്ന് മുസ്ലിമീങ്ങൾ അവിടെ ഇബാദത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ അതിനും അനുവദിക്കില്ല എന്ന നിലക്ക് ശത്രുക്കൾ സൈനിക മുന്നേറ്റം നടത്തുകയാണ്. സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഉദിനലില്ലദീന യുഖാതലൂന അന്നഹും ദുലിമു ബിഅന്നഹും ദുലിമു, അക്രമത്തിനും പീഡനത്തിനും ഇരയായ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് യുദ്ധത്തിന് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അനുമതി നൽകപ്പെട്ട യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങൾ അനിവാര്യമായി നടന്നിട്ട് 20 ജില്ലാനം യുദ്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്നത്. പരമാവധി മുസ്ലിമീങ്ങളും അല്ലാത്തവരും കൂടി ആ യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് എത്ര പേരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയാവുന്നവർ എണ്ണം പറയും. അക്കാലത്ത് നടന്ന യുദ്ധങ്ങളാകെ മരിച്ചത് 1070. അയ്യൂബ് സാഹിബ് അത് അങ്ങനെ ചരിത്രമൊക്കെ കുറേ പഠിച്ച് വെച്ച ആളാണ്. 1070. ഇന്ന് നടക്കുന്ന ഒരു യുദ്ധം, ഇന്ന് കഴിഞ്ഞ കാലത്ത് നടന്ന, അടുത്ത കാലത്തൊക്കെ നടന്ന, ഇറാഖിൽ നടന്ന, ഇന്ന് ഫലസ്തീനിൽ ഗസയിൽ യുദ്ധമില്ല. അവിടെ യുദ്ധം നടക്കണില്ല. അവിടെ ബോംബിങ്ങും വംശഹത്യയുമാണ് നടക്കുന്നത്. ഈ ഹ്യൂമനിസത്തിൻ്റെ വക്താക്കളാണ് ഈ യുദ്ധങ്ങളുടെ എല്ലാം പ്രൊമോട്ടർമാർ. എത്രയാ ജീവാപായം?
ഹിരോഷിമയും നാഗസാക്കിയും മുമ്പ് നമ്മൾ അണുബോംബിട്ടതിൻ്റെ കണക്കുകൾ പറയുമ്പോൾ ഇന്ന് അണുബോംബ് എന്ന പേര് ഇല്ലാതെ ഏതൊക്കെ പുതിയ പുതിയ ആയുധങ്ങളാണ് നിരായുധരായ നിരാലംബരായ ഫലസ്തീനിലെ ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും മേൽ ഉപയോഗിക്കുന്നത്. എത്ര ലക്ഷം ആളുകളാണ് 23 വർഷത്തിനിടയിൽ നടന്ന അനിവാര്യമായ യുദ്ധങ്ങളിൽ 1000 ചില്ലാനം ആളുകൾ മാത്രമാണ് മരിച്ചത്. അപ്പോൾ ഇസ്ലാം യുദ്ധം ഇല്ലാതെയാക്കാനാണ്, ദാരിദ്ര്യം ഇല്ലാതെയാക്കാനാണ്, വംശീയ വിവേചനം ഇല്ലാതെയാക്കാനാണ് ഇസ്ലാം ശ്രമിക്കുന്നത്. അതെല്ലാം ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോവുകയും ചെയ്തു. ദാരിദ്ര്യം ഇല്ലാതെയായി, ദരിദ്രരായ ജനങ്ങൾ നാട്ടിലില്ലാതെയായി, വികസനം വന്നു. വികസനം വരണമെങ്കിൽ യുദ്ധങ്ങൾ ഒഴിവാകണം, ജനങ്ങൾക്ക് സമാധാനമുണ്ടാകണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് സക്കാത്ത് കൊടുത്തിട്ട് വാങ്ങാൻ ആളില്ലാതെ എൻ്റെ സക്കാത്ത് ഇതാ വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് ആരുമില്ല, അവകാശികളില്ല, എല്ലാവരും സമ്പന്നരായിപ്പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാം മുസ്ലിങ്ങളെ മാത്രമല്ല സംബോധന ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. വലഖദ് കറംനാ ബനി ആദം, സൂറത്തുൽ ഇസ്രായിൽ മനുഷ്യരെ നാം ആദരിച്ചു. അള്ളാഹു പറയാം, മനുഷ്യർ അതിൽ മതവ്യത്യാസമില്ല, എല്ലാവരും ആദരണീയരാണ്. വിശ്വാസത്തിൽ പിഴച്ചു പോയ ആളുകൾ അവരും മനുഷ്യരാണ്. മനുഷ്യരെ ആദരിക്കപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ മയ്യത്ത് നജസാവൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് മുസ്ലിം മരിച്ചാലും കാഫിർ മരിച്ചാലും. ആട് ചത്താൻ നജസാണ്, പക്ഷേ ആടിന് നിഷേധമില്ല, കുഫറും ശിർക്കൊന്നുമില്ല. ഉലായിക്കൽ അൻആമി ബൽഹും അവൽ എന്ന് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരെക്കുറിച്ച് അവർ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച മനോഗതിയാണെന്ന് പറഞ്ഞിട്ടും ആട് ചത്താൽ നജസാണ്, നല്ല ഭക്ഷണ സാധനമായിരിക്കെ തന്നെ. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ, മുശ്രിക്കുകൾ, കാഫിറുകൾ മരിച്ചാൽ താഹിറാണ് ശരീരം. മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ആദരവാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറഞ്ഞത് ലോകർക്ക് റഹ്മത്താണ്, റഹ്മത്തുല്ലിൽ മുസ്ലിമീൻ എന്നല്ല, ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ. ലോകർക്ക് റഹ്മത്താണ്. അത് അവിടുത്തെ ജീവിതത്തിൽ ഉടനീളം നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ തീരൂലെന്ന് 1-2 മാത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതുപോലെ മനുഷ്യർക്ക് മാത്രമല്ല, ഇസ്ലാം ഹ്യൂമാനിറ്റി മാത്രമല്ല, സർവ്വജീവജാലങ്ങളോടും വളരെ നല്ല നിലയിൽ പെരുമാറാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം, ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ. സ്പന്ദിക്കുന്ന ഹൃദയമുള്ള ഏത് വസ്തുവിന്, ഏത് ജീവിക്ക് നിങ്ങൾ എന്ത് ആഹാരം നൽകിയാലും അതിന് കൂലിയുണ്ട്. അഇന്ന ലനാ ഫിൽ ബഹാഇമി അജ്റൻ എന്നൊരു സാഹചര്യത്തിൽ സഹാബത്ത് ചോദിക്കുമ്പോൾ, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ കൂലിയുണ്ടോ? ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ. എല്ലാ ജീവികൾക്കും എന്തു കൊടുത്താലും അതിന് കൂലിയുണ്ട്. നമ്മൾ പ്രസിദ്ധമായ പല ഹദീസുകളും ആ വിഷയത്തിൽ കാണാം. ദഖലത്ത് ഇംറഅത്തുൻ ഇന്നാറ ഫീ ഹിർറത്തിൻ ലം തുത്ഇംഹാ വലം തദഅഹാ തഅകുലു മിൻ ഖശാശിൽ അർദ്. ഒരു പൂച്ചയെ പട്ടിണിക്കിട്ട് കൊന്നതുകൊണ്ട് ഒരു പെണ്ണ് നരകത്തിൽ പോയി. നരകപ്രവേശത്തിന് കാരണം ഈ മിണ്ടാപ്രാണിയെ പട്ടിണിക്കിട്ട് കൊന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വേറൊരു അധർമ്മകാരിയായ മനുഷ്യനുണ്ട്, ഒരു വ്യഭിചാരിയായ പുരുഷൻ, സ്ത്രീ എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണാം. അവർ തിന്മകളൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് നടന്ന് വരുമ്പോൾ ദാഹിച്ചു, ഒരു കിണറിൻ്റെ അടുത്ത് പോയി അതിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു. അപ്പണ്ട് ഒരു പട്ടി നജസാണ് എന്ന് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് നനവോടുകൂടെ
ഇസ്ലാം പറഞ്ഞ അത് ദാഹിച്ച് നാവ് നീട്ടി അവിടെ നനഞ്ഞ മണ്ണിങ്ങനെ നക്കി എടുക്കുന്നുണ്ട്. ഇയാൾക്ക് മനസ്സിലായി ഇത് വളരെയധികം ദാഹിച്ച് അവശനായിട്ടുണ്ട്. വീണ്ടും കിണറിലിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ചു. അത് വായ കൊണ്ട് കടിച്ചു പിടിച്ച് അദ്ദേഹം പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വന്നു. ഇതിന് വെള്ളം കൊടുത്തു. അത് ദാഹം തീർത്ത് വാലാട്ടി നന്ദി പ്രകടിപ്പിച്ചു പോയി. ഈ ഒരു കാരണം കൊണ്ട് ആ തമ്മാടിയായ മനുഷ്യന് സ്വർഗപ്രവേശം അല്ലാഹു നൽകി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ജുസ്ഇയ്യാത്ത് ഉണ്ട്. അവൻ മനുഷ്യൻ മാത്രമല്ല, എല്ലാ സംഗതികളും എല്ലാ ജീവികളും ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ തന്നെയാണ്. മനുഷ്യത്വം ഇസ്ലാമിന് മുമ്പ് തന്നെ, ഒരാൾ മുസ്ലിമാകുന്നതിന് മുമ്പ് തന്നെ അയാളിൽ മനുഷ്യത്വമുണ്ടെങ്കിൽ, അയാളിൽ നന്മയുണ്ടെങ്കിൽ, അയാളിൽ സൽസ്വഭാവമുണ്ടെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നാൽ അതെല്ലാം പ്ലസ് പോയിൻ്റുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞതായി കാണാം. അന്നാസു മആദിനു, മനുഷ്യർ മആദിനു ബിൽ ഖൈരി വശർ, നന്മയുടെ ഉറവിടങ്ങളായ തിന്മയുടെ ഉറവിടങ്ങളായ മനുഷ്യരും ഉണ്ട്. രണ്ട് വിഭാഗമുണ്ട്. ഖിയാറുക്കും ഫിൽ ജാഹിലിയ്യത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം ഇദാ ഫഖിഹു. അജ്ഞാന കാലഘട്ടത്തിൽ നിങ്ങളിൽ നല്ലവരാരാണോ, സഹാനുഭൂതിയുള്ള സൽസ്വഭാവമുള്ള ദീനാനുകമ്പയുള്ള മനുഷ്യരെ സഹായിക്കുന്ന അശരണരെ കണ്ണീരൊപ്പുന്നവർ ആരോ അവർ മുസ്ലിമായി വന്നാൽ ഇസ്ലാമിൽ അവർ തന്നെയാണ് ഉന്നതസ്ഥാനീയർ. വിവരം വേണം. ഇസ്ലാമിന് നേതൃത്വം നൽകണമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകണമെങ്കിൽ അറിവ് വേണമല്ലോ. അറിവ് നേടിയാൽ ജാഹിലിയ കാലത്തുള്ള നേതൃഗുണങ്ങളുള്ള ആളുകൾ ഇസ്ലാമിൽ വന്നാലും അവർ തന്നെയാണ് നേതാക്കന്മാർ. ഇസ്ലാമിൻ്റെ ചരിത്രം അങ്ങനെ തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള നേതാക്കന്മാരൊക്കെ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ജാഹിലിയത്തിൽ അവർ ധീരരായിരുന്നു, ധർമ്മിഷ്ഠരായിരുന്നു, മറ്റുള്ളവരോട് കരുണ ചെയ്യുന്നവരായിരുന്നു. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ അവർക്കുണ്ട്. ആ ഗുണങ്ങൾ ഇസ്ലാമിൽ വന്നാൽ അത് പ്ലസ് പോയിൻ്റാണ്. ബഹുമാനപ്പെട്ട ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അറഅയ്ത ഉമൂറുൻ അതഹന്നസു ബിഹാ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിൽ ഞാൻ ചെയ്തിരുന്ന ചില നല്ല കാര്യങ്ങളുണ്ട്, അതിന് വല്ല കൂലി എനിക്ക് കിട്ടുമോ? ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരപുത്രനായ ഹക്കീം ഇബ്നു ഹിസാം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ നിങ്ങൾക്ക്. അന്ന് അദ്ദേഹം സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർത്ത ആളായിരുന്നു, പാവപ്പെട്ട ആളുകൾക്ക് സഹായങ്ങൾ നൽകിയ ആളായിരുന്നു, കുറേ നന്മകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ നന്മകൾ നിങ്ങൾ ചെയ്തത് കാരണമായി നിങ്ങൾക്ക് ലഭ്യമായ ഒരു നല്ല വ്യക്തിത്വമുണ്ട്, മനുഷ്യത്വമുള്ള വ്യക്തിത്വം നിങ്ങളിലുണ്ട്. ആ വ്യക്തിത്വത്തോടുകൂടെ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇസ്ലാമിലും പൂർണ്ണനായൊരു മനുഷ്യനാകുകയാണ്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം ഹ്യൂമാനിറ്റിയെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് സംസാരിച്ചിട്ടുള്ളത്. അത് യൂറോപ്യരുടെ കണ്ടുപിടുത്തമാണ്. മാനവികത അത് ഇസ്ലാമുമായി ഇണങ്ങുന്നില്ല എന്ന് പറയുന്നവർ ഹ്യൂമനിസവും ഹ്യൂമാനിറ്റിയും വ്യത്യാസപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ്. ഇസ്ലാം ഹ്യൂമാനിറ്റിയെ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് ഇസ്ലാം അതിനെ സമീപിക്കുന്നതെന്ന് കാണാം. അൽ ഇൻസാൻ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 63 സ്ഥലങ്ങളിലാണ് ഉപയോഗിച്ചത്. മനുഷ്യരാണ് പ്രമേയം. മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ പറ്റി പറയുകയാണ്. ബനു ആദം എന്നാൽ മനുഷ്യർ എന്നതിന് അർത്ഥം 6 പ്രാവശ്യം കാണാം. അന്നാസ് ജനങ്ങൾ,
ഞാൻ ആദ്യം ഓതിയ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇസ്ലാമിൻ്റെ വഹി വന്ന ആദ്യത്തെ വചനം തന്നെ ഹ്യൂമാനിറ്റിയെ പ്രത്യേകമായി അടയാളപ്പെടുത്തുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു അലഖിൽ നിന്ന്. ആ മനുഷ്യരെ മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, എഴുത്ത് പഠിപ്പിച്ച, അറിവ് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ നാമത്തിൽ. ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നതായി കാണാം, അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന അല്ലാഹു തആല ഒരു വലിയ അനുഗ്രഹമാണ് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, അള്ളാഹു എഴുത്ത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ ഇതല്ലാത്ത ഒരനുഗ്രഹവും മനുഷ്യരാശിക്ക് അള്ളാഹു ചെയ്തിട്ടില്ലെങ്കിൽ പോലും ലകഫ, അത് മതി. എഴുത്ത് പഠിപ്പിച്ചു എന്നതല്ലാത്ത ഒരനുഗ്രഹം പോലും അള്ളാഹു മനുഷ്യർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ അനുഗ്രഹം തന്നെ മതിയായതാണ്. നോക്കൂ നിങ്ങൾ, ഈ മനുഷ്യ സഞ്ചയം ഈ അവസ്ഥയിൽ എത്തിയത് എങ്ങനെയാണ്? ഓരോ കാലത്തുമുള്ള പണ്ഡിതന്മാർ, ഓരോ കാലത്തുമുള്ള ചിന്തകന്മാർ പലതും അവരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ അറിവുകളും അതവർ ക്രോഡീകരിച്ചു, ശേഖരിച്ചു, പുസ്തകങ്ങളിലാക്കി എഴുതി വച്ചത് കൊണ്ടാണ് പിൽക്കാല തലമുറ അതിൽ നിന്ന് പടുത്തുയർത്തി. അങ്ങനെയാണ് ഈ കാലത്ത് മനുഷ്യരാശി ഇത്രയും ഉയരത്തിലെത്തിയത്. ഹൈഡ്രജനും ഓക്സിജനും ആണ് വെള്ളമെന്ന് കണ്ടുപിടിച്ച അയാളുടെ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിച്ച ഈ സാധനങ്ങളൊക്കെ അതിൻ്റെ ടെക്നോളജിയൊന്നും എഴുതി മറ്റുള്ളവർക്ക് സമർപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ലെങ്കിൽ ഇന്നും കറണ്ട് കണ്ടുപിടിക്കാൻ ആളുകൾ ശ്രമിക്കേണ്ടിയിരുന്നു. അതൊരു കണ്ടുപിടുത്തവും അതിൻ്റെ ടെക്നോളജിയും അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെല്ലാം ചെയ്യണം എന്ന് അവർ രേഖപ്പെടുത്തി വെച്ചപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി അടുത്ത സമൂഹത്തിൽ. അതിനടുത്ത് വരുന്നവർ അതിനപ്പുറത്തേക്ക് സ്റ്റെപ്പ് വെച്ച് അങ്ങനെ ഈ ഒരു ബിൽഡിങ് നിർമ്മിച്ചു വരികയാണ്. ഇതിന് ഏറ്റവും വലിയ സഹായമായത് എഴുത്ത് അള്ളാഹു പഠിപ്പിച്ചു എന്നുള്ള ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ജൂറിസ്പ്രുഡൻസ് ഫിഖ്ഹ് നോക്കുകയാണെങ്കിൽ അതിൽ ഇബാദത്തുകൾ റുബുഉൽ ഇബാദാത്ത് ഫിഖ്ഹിൻ്റെ 4 ഭാഗേ വരുന്നുള്ളൂ. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഇബാദത്തുകൾ, മറ്റ് 4/3 ഭാഗവും മനുഷ്യരുമായും മറ്റും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇസ്ലാമിക ഫിഖ്ഹിൽ പറയുന്നത്. വ്യക്തിപരമായി അവരുമായി ഇടപാടുകൾ നടത്തുമ്പോൾ, അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് പ്രതിക്രിയകൾ, ഇങ്ങനെയുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൻ്റെ 4/3 ഭാഗവും. മനുഷ്യനെങ്ങനെ ജീവിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അള്ളാഹുവുമായി ഇടപെടാൻ പറയുന്ന ഇബാദാത്ത് അതിൻ്റെ 1/4 ഭാഗം മാത്രമേ ഉള്ളൂ. നിസ്കാരമായാലും ഹജ്ജായാലും നോമ്പായാലും മറ്റുള്ള ഇസ്ലാമിക കർമ്മങ്ങൾ ആലോചിച്ച് നോക്കും. അതിലെല്ലാം ഇൻസാനിയത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നതായി കാണാം. സക്കാത്ത് അത് മനുഷ്യരിൽ നിന്ന് ഈടാക്കുന്ന നികുതിയല്ല. മനുഷ്യരിൽ സ്നേഹവും കരുണയും ദീനാനുകമ്പയും മറ്റുള്ളവരോടുള്ള ദയാവായ്പും അങ്കുരിപ്പിക്കാനുള്ള ഒരു വലിയ ഇബാദത്താണ്. ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. സക്കാത്തിൻ്റെ മർമ്മം വിശുദ്ധ ഖുർആൻ ആയത്തിൽ പറയുന്നുണ്ട്. ആളുകളിൽ നിന്ന് സക്കാത്ത് വാങ്ങാൻ പറഞ്ഞു. എന്താ സക്കാത്ത്? മറ്റുള്ളവർക്ക് ക്ഷുത്തടക്കാൻ എന്നല്ല പറയണത്. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. ആ സക്കാത്ത് കൊണ്ട് മനുഷ്യരെ ആത്മീയമായി ശുദ്ധീകരിച്ച് അവരെ മനുഷ്യത്വമുള്ളവരാക്കി, മറ്റുള്ളവരോട് ദയയുള്ളവരാക്കി, സ്നേഹമുള്ളവരാക്കി, സൗഹൃദമുള്ളവരാക്കി മാറ്റുക എന്നാണ് സക്കാത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രധാനപ്പെട്ട ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട സക്കാത്ത് മനുഷ്യരോടുള്ള മാനവികതയോട്, മനുഷ്യത്വത്തോട് ഏറ്റവും കൂടുതൽ
ജനങ്ങളെ അടുപ്പിക്കാനുള്ളൊരു ഇബാദത്താണ്. നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തല്ലേ? ക്ഷമയും സത്യസന്ധതയും മറ്റുള്ളവർക്ക് ഗുണം നൽകാനും ദാനമനസ്ഥിതിയും കുടുംബബന്ധം ചേർക്കാനും കാരുണ്യബോധമുണ്ടാക്കാനും ആരെങ്കിലും നോമ്പുകാരനോട് എന്തെങ്കിലും ശകാരിക്കുകയോ അനിഷ്ടമായത് പറയുകയോ ചെയ്താൽ അതിന് അങ്ങനെ പ്രതികരിക്കരുത്. ഖുൽ ഇന്നി സായിം, നോമ്പുകാരനാണ് ഞാൻ, നിന്നോട് വാഗ്വാദത്തിനും വഴക്കിനൊന്നുമില്ല എന്ന് മനസ്സുകൊണ്ട് ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് പിന്മാറാൻ മറ്റുള്ളവരോട് വിട്ടുവീഴ്ചാ മനോഭാവം, തഖ്വ തുടങ്ങിയ പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് പരിശുദ്ധ നോമ്പ് ഒരു മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കുന്നത്. ഇതൊക്കെ അനുഷ്ഠിക്കുന്ന മനുഷ്യൻ ലോകത്തിന് മനുഷ്യർക്ക് എല്ലാം ഉപകാരപ്പെടുന്നവരായി തീരുന്നു. അത് നാം നിരീക്ഷിച്ചാൽ മനസ്സിലാവും ചെയ്യും. നമ്മുടെ നാട്ടിൽ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി, പ്രളയമുണ്ടായി, സുനാമി വന്നു, കോവിഡ് വന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരുടെ കൂടെ നിന്നിരുന്ന ആളുകൾ, എല്ലാ വിഭാഗം ആളുകളും ഉണ്ടായിരുന്നെങ്കിലും മുൻപന്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കയ്യൊപ്പുണ്ടായിരുന്നത് അത് മുസ്ലിമീങ്ങളുടേതാണ് എന്ന് നമ്മൾ പറയുന്ന അവകാശവാദമല്ല. എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ അങ്ങനെ ഒരു നിലപാടിലെത്തി? അവരുടെ കാശ് അവർക്ക് ആവശ്യമില്ലേ? മറ്റുള്ളവർ കോടാനകോടി കയ്യിൽ ഉള്ളവർ ഒരു രൂപ ഇതിന് സംഭാവന കൊടുക്കാൻ അവരുടെ മനസ്സിൽ തോന്നിയില്ല. അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട്. എന്തുകൊണ്ട്? ആ മാനസികമായി ഇസ്ലാം ഒരു മുസ്ലിമിനെ മാനസികമായി സജ്ജമാക്കുന്നത്, ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കുന്നത് കൊണ്ടാണ് ഏത് സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം അവർ മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് ഒരു മതപരമായ ഇടപെടലല്ലത്, ഒരു പാർട്ടിയുടെ ഇടപെടൽ എന്ന നിലക്കല്ലത്. അത് ആ മനസ്സിൽ നിന്ന് വരുന്നതാണ്, അവരുടെ ഇബാദത്തുകളിൽ നിന്ന് അവർ നേടിയെടുക്കുന്നതാണ്. ഹജ്ജ് നമ്മൾ നോക്കിയാൽ ആഗോള സംഗമമാണല്ലോ. മൻഹജ്ജ വമൻഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ ബിൽ ഹജ്ജ് വലാ ജിദാല ബിൽ ഹജ്ജ് മൻഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് ഖറജ മിൻ ദുനൂബിഹി കഅന്നമാ വലദത്തുഹു ഉമ്മു. ധാരാളം കാണാൻ പരാമർശങ്ങൾ. ഹജ്ജിന് പുറപ്പെട്ടാൽ അവിടെ തോന്നിവാസങ്ങൾ പാടില്ല എന്ന് മാത്രമല്ല, തർക്കം വിലപേശൽ പോലും പാടില്ല. ഹജ്ജിന് വേണ്ടി നമ്മൾ ഒരു വസ്ത്രം വാങ്ങുകയാണ്, ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മളിവിടുന്ന് അത് നെഗോഷിയബിളായ സാധനമായിരിക്കും. ഒന്ന് വില കുറച്ച് തരുമോ ചോദിച്ചാൽ കുറച്ച് കിട്ടും. പക്ഷേ ഹജ്ജിന് ഇഹ്റാം ചെയ്തവൻ ആ പണിക്കൊന്നും പോകരുത്. അത് സാധനം ചോദിച്ചാൽ ആ പറയണ വില കൊടുത്ത് വാങ്ങാൻ വേണ്ട, അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങണ്ടെന്ന് വെച്ചാൽ മതി. മുടി കളയുന്ന ഇബാദത്ത്, അതിന് മുടി കളയുന്ന ആളോട് അതിൻ്റെ ചാർജ് എത്രയും ചോദിക്കരുത്, ഓൻ പറഞ്ഞ ചാർജ് കൊടുക്കുക വേണ്ട. അങ്ങനെ ഇസ്ലാം അതിൻ്റെ ഇബാദത്തുകളിലൂടെ മനുഷ്യരാക്കുകയാണ്. ഒരു അറാബി അലി റളിയല്ലാഹുവിനോട് ചോദിച്ച സന്ദർഭമുണ്ട്. അദ്യദലന അഖ്ലാഖ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങളൊന്ന് എണ്ണിത്തരാമോ? അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ താരിഫുൽ അദ്ദ, നിങ്ങൾക്ക് എണ്ണം അറിയുമോ? അദ്ദേഹം പറഞ്ഞാൽ അറിയാം. അപ്പോൾ പറഞ്ഞ അദ്യദലി മതാ ദുന്യ, ദുന്യാവിലുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് എണ്ണിത്തരാമോ? അപ്പോൾ അറാബി ചോദിച്ചു, എങ്ങനെയാണ് സാധിക്കുക? ദുന്യാവിൽ എത്ര ഉണ്ട്? അതൊക്കെ പാടെ എണ്ണിത്തീരുമോ? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുന്യാവ് വമാ മതാ ദുന്യ ഇല്ലാ ഖലീൽ. അള്ളാഹു പറഞ്ഞത് ദുന്യാവിൽ കുറച്ചുള്ളൂ എന്നാണ്. ഇത് തന്നെ നിനക്ക് എണ്ണിത്തീരാൻ കഴിയില്ല, ഇവിടെയുള്ള സാധനങ്ങൾക്ക് എണ്ണിത്തീർക്കാൻ കഴിയില്ലെങ്കിൽ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞത് ദുന്യാവ് ഖലീലാണെന്ന് പറഞ്ഞ അള്ളാഹ് പറഞ്ഞത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അതിമഹത്താണ് തങ്ങളുടെ സ്വഭാവം. അതിമഹത്താന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആ സ്വഭാവങ്ങൾ എങ്ങനെയാണ്? വളരെ തുച്ഛമാണ് എന്ന് അള്ളാഹു പറഞ്ഞ ഈ ദുന്യാവിലെ വസ്തുക്കളെല്ലാം കൂടി എണ്ണാൻ തന്നെ നിനക്ക് സാധിക്കൂലെങ്കിൽ അതിമഹത്ത് എന്ന് പറഞ്ഞ ആ സ്വഭാവങ്ങൾ എങ്ങനെയായി എണ്ണി തീർത്തു തരാം മോനെ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ച് കാണാം. പറഞ്ഞാൽ ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്, നമുക്ക് സമയം ഇല്ല. ഏതായിരുന്നാലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഹ്യൂമാനിറ്റി, അത് പാശ്ചാത്യർ അവരുടെ യുക്തിയിലും ചിന്തയിലും അവരുടെ സാഹചര്യങ്ങളിലും അവരുടെ
നാട്ടിൽ അവർ അനുഭവിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നും അവർ ഉരുവം കൊണ്ട ആ ഹ്യൂമാനിസം അല്ല ഇസ്ലാം. അതിനെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത ദീനല്ല. പരിശുദ്ധ ഇസ്ലാം ഹ്യൂമാനിറ്റി, മനുഷ്യത്വം പറയുന്നു. അവിടെ മനുഷ്യത്വം എന്ന ആ വാക്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മനുഷ്യത്വമാണ്. അഥവാ മറ്റ് ജീവികളോടും മറ്റ് പ്രകൃതിയോടും എല്ലാറ്റിനോടുമുള്ള വളരെ ദയാവായ്പോട് കൂടെയുള്ള നല്ല സമീപനമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ആ ഇസ്ലാമിൻ്റെ ഹ്യൂമാനിറ്റി ഒരാൾ ഉൾക്കൊണ്ടാൽ അവന് മുസ്ലിം അല്ലാത്തവൻ എന്ന വ്യത്യാസമില്ല, മനുഷ്യർ അല്ലാത്തവർ എന്ന വ്യത്യാസമില്ല. എല്ലാവരോടും മനുഷ്യത്വപരമായ സമീപനവും വളരെ സന്തോഷകരമായ ജീവിതവും തനിക്ക് കിട്ടുന്നത് തൻ്റെ സുഹൃത്തിനും നൽകുക, അത് തൻ്റെ ആശ്രിതരായി കഴിയുന്ന ആളുകൾക്കും തൻ്റെ ഉടമകൾക്കും നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്വാനുക്കും ഖബലുക്കും ഫഅത്ഇമുഹും മിൻ ഹൈസു അത്അംതും അഹ്ലീക്കും വക്സൂഹും മിൻ ഹൈസു കസൗതും അഹ്ലീക്കും. അന്ന് അടിമത്ത സമ്പ്രദായമുണ്ടായിരുന്നു. അടിമകൾ എന്ന് പറഞ്ഞാൽ അവർ ചരക്കുകൾ പോലെ വിറ്റും വാങ്ങിയും ആണ് അവരെ കൈകാര്യം ചെയ്തിരുന്നത്. അവർക്ക് പ്രത്യേകമായ ഒരു പരിഗണനയും നൽകാത്ത സമൂഹത്തിൽ, ആ സാഹചര്യത്തിൽ, സാമൂഹിക ചുറ്റുപാടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ചു, ഇഖ്വാനുക്കും ഖബലുക്കും, നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരാണ്. അതുകൊണ്ട് ഫമൻ കാനത്ത് അഖൂഹു തഹ്ത യദിഹി, നിങ്ങളുടെ കൈവശം ഒരടിമയുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എങ്ങനെ വർത്തിക്കണം? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്താണോ ആഹാരം കണ്ടെത്തുന്നത് അത് തന്നെ അവർക്കും കൊടുക്കണം. നിങ്ങൾ നല്ല ഭക്ഷണവും അടിമകൾക്ക് മോശം ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ എന്താണോ വസ്ത്രം ധരിക്കുന്നത് അതേ വസ്ത്രം അവർക്ക് വാങ്ങിക്കൊടുക്കണം. മുതലാളിക്കും മറ്റൊക്കെ നല്ല ഡ്രസ്സ് അടിമക്ക് മുഷിഞ്ഞത് അത് പറ്റില്ല. ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സഹാബി വര്യനാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അടിമയും ഒരു തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാളും ഒരേ വസ്ത്രം ധരിച്ചിരിക്കുന്നു. മുതലാളിക്ക് മുതലാളിയുടെ പ്രൗഢിയൊക്കെ വേണ്ടേ, അടിമക്ക് ആ തൊഴിലാളിയുടെ വസ്ത്രവും മതിയല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ അബൂദർ ഗിഫാരി തങ്ങളോട് ചോദിച്ചു, അതെന്താണ് നിങ്ങൾ ധരിച്ച വസ്ത്രം തന്നെ അടിമക്കും കൊടുത്തത്? അവിടുന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, അടിമകൾ അവർ മനുഷ്യരാണ്, അവരെ നമ്മുടെ സഹോദരങ്ങളായി കണക്കാക്കേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് ധരിക്കാൻ വാങ്ങുന്ന അതേ ക്വാളിറ്റിയുള്ള വസ്ത്രം അടിമക്കും വാങ്ങിക്കൊടുക്കണം, അതേ നല്ല ഭക്ഷണം അവർക്കും നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും അവനും ഒരേ വസ്ത്രം ധരിക്കുന്നത് എന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുപോലെ ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത സുവർണ ലിപികളാൽ എഴുതേണ്ട ചരിത്രമാണ് ഇസ്ലാമിൻ്റേത്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാം ഹ്യൂമാനിറ്റിയെ, മനുഷ്യത്വത്തെ വളരെയധികം ഹൈലൈറ്റ് ചെയ്യുകയും മനുഷ്യത്വം മാത്രമല്ല മറ്റു ജീവികളോടും അല്ലാത്തവരോടും നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ലോകത്ത് പഠിപ്പിക്കുകയും ചെയ്ത ഈ ഇസ്ലാം ഇത് പ്രാക്ടീസ് ചെയ്യപ്പെട്ടപ്പോഴെല്ലാം അത് പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ആധുനിക ഹ്യൂമാനിസത്തിന് ഉദാഹരണമായി കാണിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ആ അഹിംസ സിദ്ധാന്തവും മറ്റുമൊക്കെ അദ്ദേഹത്തിന് ആ മൂല്യങ്ങൾ ലഭിച്ചത് ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നാണ് എന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിച്ചാൽ അറിയാം. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ ഒരു ഭരണം, ഏറ്റവും നല്ല ഒരു ഭരണം ഇവിടെ വരികയാണെങ്കിൽ, അതിന് അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഉമറിൻ്റെ ഭരണമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് വരെ പറഞ്ഞ അവരെയെല്ലാം ഇസ്ലാം നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.